LDF സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ സംസ്ഥാനത്തെ ഖജനാവിൽ എത്ര രൂപ ബാക്കിയുണ്ട്? ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പലതരത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. മുൻപ് UDF, അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് പൂച്ചപെറ്റ് കിടക്കുകയാണ് ഖജനാവിൽ എന്നതാണ്. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ ധവളപത്രം ഉൾപ്പെടെ ഇറക്കാൻ പോവുകയാണ് ഇതിൻ്റെ ധനസ്ഥിതി എന്ത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ. അപ്പോഴാണ് ഒരു വിവരാവകാശ രേഖ ശ്രദ്ധ നേടുന്നത്. തൃശ്ശൂർ സ്വദേശി തോമസ് ആണ് അത്തരത്തിലൊരു വിവരാവകാശം ചോദിച്ചത്. എന്തായിരുന്നു ആ ചോദ്യം, എന്തായിരുന്നു മറുപടി? 2026 മെയ് 1 പ്രകാരം എന്താണ് കേരള ട്രഷറിയുടെ സർപ്ലസ്, അല്ലെങ്കിൽ എന്താണ് കേരള ട്രഷറിയിൽ ബാക്കിയുള്ള തുക എന്നതായിരുന്നു RTA ക്വസ്റ്റ്യനായിട്ട് ഞാൻ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പറയുന്നത് ആസ് ഓഫ് മെയ് 1, 2026 5429 കോടി 1 ലക്ഷം രൂപയാണ് ട്രഷറിയിൽ സർപ്ലസ് ആയി വന്നത്. RBIയിൽ നിന്നുള്ള കണക്കാണ്, RBIയിൽ നിന്നുള്ള മെമ്മോയാണ് ഇപ്പോൾ RTA റിപ്ലൈ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ധനമന്ത്രാലയത്തിനാണ് വിവരാവകാശം കൊടുത്തത്. പ്രൊസീജിയർ എങ്ങനെയാണ്? ഈ RBI എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്? ഓരോ ദിവസവും വരുന്ന ചെലവുകളും വരവുകളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനം ഒരു സർപ്ലസ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് RBIക്ക് കൈമാറി RBI അത് ട്രഷറി ഹോൾഡിങ്സ്, ട്രഷറി ബില്ലിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. ആ ട്രഷറി ബില്ലിൽ മെയ് 1, 2026 എത്ര രൂപ നിക്ഷേപിച്ചു സംസ്ഥാന സർക്കാർ എന്നതിൻ്റെ കണക്കാണ് ഇപ്പോൾ ആക്ച്വലി വളരെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ധനസ്ഥിതി അത്ര മോശമായിരുന്നു എങ്കിൽ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന പേരിലും സ്പെഷ്യൽ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന പേരിലും എക്സ്ട്രാ കടമെടുക്കാൻ, ഒരു ഇമീഡിയറ്റ് ആയിട്ട് ടെമ്പററി കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. ഈ ഡെയിലി ആവശ്യങ്ങൾക്കുള്ള കടങ്ങളൊന്നും ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഒന്നും അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു എമൗണ്ട് ഇല്ല എന്നതാണ് ഇപ്പോൾ RTA ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വിവരാവകാശം കൊടുക്കാൻ തീരുമാനിച്ചത്? ഒബ്വിയസ്ലി ഇലക്ഷന് മുമ്പും LDFൻ്റെ ഭാഗത്തു നിന്നും UDFൻ്റെ ഭാഗത്തു നിന്നും ട്രഷറിയുടെ സിറ്റുവേഷൻ എന്താണ് എന്ന രീതിയിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുകയാണ് എന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ ഒബ്വിയസ്ലി സാധാരണ ജനങ്ങൾക്ക്, ഈ പെൻഷൻ വാങ്ങുന്ന സാധാരണ ജനങ്ങൾക്ക് അവരുടെ ആ പെൻഷൻ തുക മുടങ്ങുമോ എന്ന രീതിയിലൊരു ജെന്യുവിൻ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല ജനങ്ങളും ആയിട്ടും എനിക്ക് ബന്ധമുള്ളതിനാൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ അതിൽ ജനങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. വൈറ്റ് പേപ്പർ പുറത്തിറക്കും എന്ന രീതിയിൽ UDF സർക്കാർ ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദെൻ വൈറ്റ് പേപ്പർ ഒന്നും അത്രയധികം നമ്മളുടെ ജനങ്ങൾ കൺസ്യൂം ചെയ്യുന്നതല്ല. അവർക്കത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്രയധികം മനസ്സിലാവും, അല്ലെങ്കിൽ അത്രയും ഒരു എക്സ്റ്റെൻസീവ് ഡോക്യുമെൻ്റ് ആണ് വൈറ്റ് പേപ്പർ എന്നുള്ളത്. വളരെ ടെക്നിക്കലാണ്. വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ അതാണ് ജനങ്ങൾക്ക് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ, മനസ്സിലാക്കാൻ എളുപ്പം എന്ന രീതിയിലാണ് ഈ ഒരു ഉത്തരം ഞാൻ മുമ്പോട്ട് വെച്ചത്. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണല്ലോ. അപ്പോൾ ഈ തുക എങ്ങനെയാണ്? അത് ഒരു ധനസ്ഥിതി സംബന്ധിച്ചൊരു മെച്ചപ്പെട്ടതാണോ അതോ അല്പം പിന്നോട്ട് നിൽക്കുന്നതാണോ? ഒരു ഫ്രം എ എക്കണോമിക്സ് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഈ തുക മാത്രം വെച്ച് ധനസ്ഥിതിയെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഡെപ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഡെപ്റ്റ് ടു GSDP എത്രയുണ്ടെന്ന് നോക്കണം. കേരളത്തിൻ്റെ GSDP ഓൾമോസ്റ്റ് 12 lakh 13 lakh crore ആണ്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5,000 crores എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ടാണ്. ബട്ട് ദെൻ ഡെയിലി ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സർക്കാരിൻ്റെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് ഇപ്പോൾ ട്രഷറിയിലുണ്ട്. ലാസ്റ്റ് 4 ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് ടു GSDP റേഷ്യോ കുറഞ്ഞു വരുന്നതായിട്ടും അത് ഓൾമോസ്റ്റ് 32% ആയിട്ട് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ കുറയും എന്ന രീതിയിൽ നമുക്കിപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു പാനിക്കിൻ്റെ ആവശ്യമുണ്ട് എന്ന രീതിയിൽ എനിക്കിപ്പോൾ തോന്നുന്നില്ല. മാധ്യമപ്രവർത്തനം കൂടിയാണ് തോമസ്. എന്തായാലും ഇപ്പോൾ ഈ ധവളപത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിലേക്ക് മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.